കുടുംബജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന 3 എകളുണ്ടോ? ട്രിപ്പിൾ എയ്സ്. അടൽസൊള്ളിയല്ല കേട്ടോ. ഈ 3 എകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ കുടുംബജീവിതം ദുസ്സഹമാകും. ഇന്നലെ രാത്രിയിലും ഒരു ദുസ്സഹ വാർത്ത കേട്ടുകൊണ്ടാണ് ഉണർന്നത്. എൻ്റെ പഴയ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി, ഞാൻ കുഞ്ഞുനാളോട്ട് കാണുന്ന കുട്ടിയാണ്, 10-22 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കുടുംബ പ്രശ്നമാണ് കാരണം. എന്താണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. വാർത്ത കേട്ടപ്പോൾ തന്നെ ഡൗൺ ആയിപ്പോയി. ഇത്തരത്തിലുള്ള എത്ര വാർത്തകളാണ് ഓരോ ദിവസങ്ങളും കേൾക്കുന്നത്. നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ ആത്മഹത്യയുടെ പ്രവണത, ആത്മഹത്യകൾ മറ്റെങ്ങുമില്ലാതെ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക പ്രശ്നമാണ് ഒരു വലിയ വില്ലൻ. രണ്ടാമത്തത് ഈ പറഞ്ഞ ദാമ്പത്യ പ്രശ്നങ്ങൾ. പണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം ചർച്ച ചെയ്യുവാൻ ബന്ധുക്കളും സ്വന്തക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല. പണ്ട് ടി വി കാണാൻ നമ്മൾ ഒന്നിച്ച് ഒരു ലിവിങ് റൂമിൽ കൂടിയിരുന്നത് പോലെ പ്രാർത്ഥന പഠിക്കുവാൻ, കൊന്ത ചൊല്ലുവാൻ, അല്ലെങ്കിൽ നാമം ജപിക്കുവാനൊക്കെ ഒന്നിച്ച് കൂടിയിരുന്ന കാലഘട്ടമൊക്കെ പോയി. പലപ്പോഴും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെട്ടിരുന്ന ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ, ബന്ധുക്കളുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ ഓപ്പോസിറ്റും ഉണ്ടായിട്ട് അവർ ഇടപെടൽ മൂലം തന്നെ നശിച്ചു പോയിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും മറ്റെങ്ങും ഇല്ലാത്ത വിധം ഒരു പ്രൈവസി നമ്മളെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് പരസ്പരം ചർച്ചകളില്ല. വളരെ പെട്ടെന്ന് മൂഡ് ഔട്ട് ആവുന്നു, പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്നു, പെട്ടെന്ന് ഡിപ്രഷൻ നമ്മളെ ബാധിക്കുന്നു. അവിടെയാണ് ഞാനീ പറഞ്ഞ 3 എകളുടെ സുപ്രധാന സാന്നിധ്യം വേണ്ടത്, സാമീപ്യം വേണ്ടത്. എന്തൊക്കെയാണ് ആ 3 എകൾ? ആദ്യത്തേത് അറ്റൻഷൻ, രണ്ടാമത്തേത് അഫെക്ഷൻ, മൂന്നാമത്തേത് അപ്രിസിയേഷൻ. 3 ഇംഗ്ലീഷ് വാക്കുകളാണ്. ഈ 3 വാക്കുകളുടെ അർത്ഥമറിഞ്ഞ് അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ട ഭാര്യാഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് എഴുതി വെക്കും. ഈ 3 വാക്കുകൾ വെറും വാക്കുകളല്ല. ഈ 3 വാക്കുകൾക്കുള്ള അർത്ഥതലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക. സുപ്രധാനമായ ഒന്നാണ് അറ്റൻഷൻ. എന്താണ് ഈ അറ്റൻഷൻ? അറ്റൻഷൻ നമ്മുടെ സ്കൂളിൽ പറഞ്ഞ അറ്റൻഷനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അറ്റൻഷൻ പരസ്പരമുള്ള മനസ്സിലാക്കലുകളാണ്. എൻ്റെ ഭാര്യയ്ക്ക് വിഷമമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യമുണ്ട്, അവൾക്ക് വീടിന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ താല്പര്യമുണ്ട്, അവൾക്കൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട്, അവൾക്കൊരു വസ്ത്രം മേടിക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ ഭർത്താവിന് കൂട്ടുകാരോട്ടൊന്ന് കറങ്ങാൻ പോകാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവിന് അച്ഛനെയും അമ്മയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്തോ, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ആവശ്യമുണ്ടതെന്ന് ആ ഒരു അറ്റൻഷൻ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ചേഷ്ടകളിലൂടെ, അവരുടെ സംഭാഷണങ്ങളിലൂടെ അവർക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ദിവ്യാത്ഭുത പ്രവൃത്തിയാണ് ഈ അറ്റൻഷൻ. നിങ്ങളുടെ ഇണയ്ക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ പറയാതെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്നിടത്താണ് നിങ്ങളുടെ കഴിവ്. അയാൾ നിങ്ങളോട് ഒന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണാൻ പോണ്ട എന്നായിരിക്കും മിക്ക ആൾക്കാരുടെയും ഒരു മറുപടി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പണിയില്ലേ, കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ, അങ്ങനെ 1000 പണികൾ നമുക്ക് വിടും. സ്വന്തം അമ്മയെ കാണാൻ പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. മറിച്ച് ആൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, കുറച്ച് ആളായല്ലേ പപ്പായ അമ്മയെ കാണാൻ പോടുന്നു, പോയി കണ്ടിട്ട് വരൂ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അസുഖകാര്യത്തിൽ, എന്ത് കാര്യത്തിലായാലും ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാകുന്ന ചേഞ്ചസുകളിൽ നിങ്ങൾക്കെപ്പോഴും ഒരു അറ്റൻഷൻ ഉണ്ടാവണം. ആ ചേഞ്ചസുകളാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൻ്റെ ആധാരം. ചിലപ്പോൾ അസുഖങ്ങൾ മൂലമാകാം, മാനസിക പിരിമുറുക്കങ്ങൾ മൂലമാകാം, ജോലിയുടെ പ്രശ്നങ്ങൾ മൂലമാകാം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും. രണ്ടാമത്തെ പോയിൻ്റാണ് അഫെക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ. 2 വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പ്രേമവിവാഹം അല്ലെങ്കിൽ കൂടിയും അഫെക്ഷൻ കുറവായിരിക്കും, ലസ്റ്റിനായിരിക്കും അവിടെ സാധ്യത കൂടുതൽ. പരസ്പരം ശാരീരികമായിട്ടുള്ള ആകർഷണം, സെക്സൊക്കെ ആ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും സൗന്ദര്യത്തിൻ്റെ ആ ഒരു തികവിലായിരിക്കും നിങ്ങളുടെ ശാരീരിക ബന്ധങ്ങളൊക്കെ പോവുക. പക്ഷേ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ലസ്റ്റ് കുറഞ്ഞു തുടങ്ങും. പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അഫെക്ഷനാണ്. നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീ ഇല്ല, പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ എന്നുള്ള പരസ്പരമുള്ള ചിന്തയാണ് അഫെക്ഷൻ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആയിപ്പോയനും എന്നുള്ള പരസ്പര ബഹുമാനം, പരസ്പരം സ്നേഹം പങ്കുവെക്കലാണ് അഫെക്ഷൻ. അഫെക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴക്കൊക്കെ ഇടും, വഴക്കിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. പലപ്പോഴും പല ജീവിതങ്ങളിലും പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് നേരം ഭാര്യ ഒരു റൂമിൽ ഉറക്കമാവും, ഭർത്താവ് വേറെ റൂമിൽ ഉറക്കമാവും. ഭർത്താവിന് അസുഖം വന്നാലെന്ത്, ഭർത്താവ് കിടപ്പിലായാലെന്ത്, ഭർത്താവിന് സാമ്പത്തിക ഞെരുക്കം വന്നാലെന്ത്, തിരിച്ച് ഭാര്യയ്ക്ക് എന്ത് വന്നാലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒരു നിസ്സംഗത നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചു തുടങ്ങും. ഈ നിസ്സംഗത പതുക്കെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ഫുൾ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് മാറ്റും. എനിക്കെന്ത് വേണം, അവർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ അവിടെ കുഞ്ഞ് അവൻ്റെ കുഞ്ഞൊക്കെ ആവും.
അതായത് നമ്മുടെ കുഞ്ഞുങ്ങളല്ല, പിന്നെ അവൻ്റെ കുഞ്ഞ്, അവളുടെ കുഞ്ഞ്, കുട്ടികളുടെ പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് തീരെ ഇല്ലാതായി ഡിറ്റാച്ച്മെൻറ്റ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാണ്. അഫെക്ഷൻ തീരെ ഇല്ലാത്ത അവസ്ഥ. അഫെക്ഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അറ്റൻഷൻ ഉണ്ടാവുകയില്ല. എൻ്റെ ഭാര്യ സുഖമില്ലാണ്ട് കിടക്കുന്നു, അവൾ സുഖത്ത് ഞാനെന്ത് വേണം, ഞാൻ അറിയേണ്ട കാര്യമല്ല എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ തീർന്നു. അവിടെ അറ്റൻഷൻ ഇല്ല. അഫെക്ഷൻ ഇല്ലെങ്കിൽ അറ്റൻഷൻ ഇല്ല. ഇത് രണ്ടുമില്ലെങ്കിൽ മൂന്നാമത്തെ ഒരിക്കലും ഉണ്ടാവില്ല അപ്രിസിയേഷൻ. ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യയോ ഭർത്താവിനെയോ ആരെങ്കിലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ടോ? അതൊക്കെ അവരുടെ ഡ്യൂട്ടിയല്ലേ. നന്നായിട്ട് മിക്ക വീടുകളിലും ഭാര്യമാരാണ് വീട് വൃത്തിയാക്കിയിടുന്നു അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. കുറ്റം കണ്ടുപിടിക്കാൻ നമ്മളൊക്കെ മിടുക്കന്മാരാണ് അല്ലേ. എന്നാ ഉപ്പാടി ഈ കറിക്ക്, എന്നാ എരിവാടി ഈ കറിക്ക്, എന്നത് കറിയാണോ ഇത്, എനിക്ക് വിശക്കുന്നു, ഈ വീട് മൊത്തം കുളമായി കിടക്കണമെന്നൊക്കെ നമ്മളിരുന്ന് പറയും. ഇത് നമ്മുടെയും കൂടെ ജോലിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ കൂടിയും ചെന്ന് ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് 1000 കാര്യങ്ങളുണ്ടാവും, പക്ഷെ നല്ലത് പറയുവാൻ നമുക്കൊരു നല്ല വാക്ക് പോലും കിട്ടുകയില്ല എന്നുള്ളതാണ് പല കുടുംബ ജീവിതങ്ങളിലെ പ്രശ്നം. നമുക്ക് നല്ലത് പറയാൻ തോന്നും. അറ്റൻഷനും അഫെക്ഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലത് പറഞ്ഞിരിക്കും. അവളുടെ തിന്മയിൽ പോലും നമുക്ക് നന്മ കണ്ടെത്താൻ പറ്റും. അവൻ്റെ തിന്മയിൽ പോലും നമുക്ക് നന്മ കണ്ടെത്താൻ പറ്റും. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തിന്മകളുള്ളവരാണ്, വീക്ക്നെസ്സുകളുള്ളവരാണ്. ആ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മാറുക. അപ്പോൾ ജീവിതത്തിൽ ഈ പറഞ്ഞ 3 Aകൾ അറ്റൻഷൻ, അഫെക്ഷൻ, അപ്രിസിയേഷൻ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. കാരണം നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ ബോണ്ടിങ് ഉണ്ടാവും. ആ ബോണ്ടിങ്ങിനെയാണ് ലൈഫ് എന്ന് പറയുക. നിങ്ങളിൽ 2 പേരിൽ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ ആ ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. ആ ബോണ്ടിങ്ങിൻ്റെ ചുരുക്കപ്പേരാണ് AAA. ജീവിതത്തിൽ AAAക്ക് എന്നും പ്രാധാന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.